Hello friends, in this video we are going to handle another very interesting topic, that is law of diminishing marginal utility. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, ആൻഡ് ഓൾസോ മെൻഷൻഡ് റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് പോൾ സാമുവൽസൺ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. You just remember the name of the economist, see, Alfred Marshall. Okay, Alfred Marshall. That is the first point. Then second point is that this approach or this theory is based on cardinal utility approach. Cardinal utility, that is, we can measure the utility. And here Alfred Marshall used the term utils, that is the measuring tool of utility, isn't it? ഒരാൾ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എത്ര യൂട്ടിലിറ്റി ഗെയിൻ ചെയ്തു എന്ന് ന്യൂമറിക്കലായിട്ട് നിങ്ങൾക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് ആൽഫ്രഡ് മാർഷൽ വാദിക്കുന്നത്. ഓക്കെ, തെറ്റാണെന്നുള്ളത് നമുക്കറിയാം. കാരണം എന്താണ്, സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവാണ്, മെൻ്റൽ അപ്രോച്ചാണ് അതിന് വേണ്ടത്. ഇക്സ് അതുപോലെ അലൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഒക്കെ അങ്ങനെയാണ്. റൈറ്റ്, ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചാണെന്ത് നമ്മുടെ പോൾ സാമുവൽസൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള റിവീൽഡ് പ്രിഫറൻസ് തിയറി. റൈറ്റ്, അപ്പോൾ ഏതായിരുന്നാലും ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കണ്ട, ടഫല്ല, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടോപ്പിക്കൊക്കെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. റൈറ്റ്, ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ ടോപ്പിക്, ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. സി, ഡിമിനിഷിംഗ്, നിങ്ങൾ ആ വേർഡിൻ്റെ മീനിങ് ആലോചിച്ച് നോക്ക്. ഡിമിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈനിങ്, ഫോളിങ്, കുറയുക. മാർജിനൽ യൂട്ടിലിറ്റി അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, അഡീഷണൽ ബെനിഫിറ്റ് ഓർ അഡീഷണൽ യൂട്ടിലിറ്റി ദാറ്റ് ഗെയിൻഡ് ബൈ ദ കൺസ്യൂമർ ഫ്രം കൺസ്യൂമിങ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ദ കമോഡിറ്റി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ദാറ്റ് വി ആർ കൺസ്യൂമിങ്, isn't it? That we have already discussed. Right, അപ്പോൾ നമുക്കറിയാം എന്ത് മാർജിനൽ യൂട്ടിലിറ്റി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആൽഫ്രഡ് മാർഷലിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റീഡ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ബിഫോർ ദാറ്റ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ദാറ്റ് ഈസ് നോൺ ആസ് ഗോസൻസ് ഫസ്റ്റ് ലോ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോപ്പുലർലി നോൺ ആസ് ഗോസൻസ് ഫസ്റ്റ് ലോ. ഗോസൻസ് സെക്കൻഡ് ലോ ഉണ്ട്, ദാറ്റ് ഈസ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. റൈറ്റ്, ആൽഫ്രഡ് മാർഷലിൻ്റെ ഡിമാൻഡ് അനാലിസിസ് ദാറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമിന് ഒരു എസ് എ ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ് എ ടോപ്പിക്ക് isn't it? Introductory economics 1, Microeconomics 1, similarly Managerial economics, ആ ഏരിയാസിലൊക്കെ നിങ്ങൾക്ക് എന്താണ് എസ് എ നിങ്ങൾ ഓർപ്പിച്ചോളൂ. ഓർ മിനിമം യു വിൽ ഗെറ്റ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു എസ് എ ടോപ്പിക്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആൽഫ്രഡ് മാർഷൽ പറയുന്നു കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണെന്ന് പറയുന്നു. മെഷർമെൻറ്റ് ടൂള് എന്ന് പറയുന്നത് യൂട്ടിൽസ് ആണ്, അഥവാ യൂണിറ്റ്സ്, ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണെന്ന് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നു. ആൽഫ്രഡ് മാർഷലിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ദിസ് ഈസ് ദ ഡെഫിനിഷൻ. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഡെഫിനിഷന്. അതുപോലെ തന്നെ അസംഷൻസ് കൊടുക്കണം. അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ ഒരു ടേബിൾ വരക്കണം. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ അനലൈസ് ചെയ്തു, പക്ഷെ അതിൻ്റെ ടേബിൾ അനാലിസിസ് നമുക്ക് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അസംഷൻസ് കൊടുക്കുന്നു, ദെൻ ടേബിൾ, ദെൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലോ, ദെൻ ക്രിറ്റിസിസം ഓർ ലിമിറ്റേഷൻസ്, ആൻഡ് യു ക്യാൻ ആൾസോ ആഡ് അപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ പബ്ലിക് ഫൈനാൻസിൽ പറയുന്ന പ്രോഗ്രസീവ് ടാക്സസ്,
ഓർ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഓക്കെ, അതുപോലെ ആഡം സ്മിത്തിന്റെ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് സോൾവ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് കൺക്ലൂഡ് ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി ഇരുന്നു നിങ്ങൾക്ക് ഫുൾ മാർക്ക് എസ്സേക്ക്. ഓക്കെ, അപ്പോൾ എസ്സേക്ക് ആണെങ്കിൽ കുറച്ച് ലെങ്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാം. പാരഗ്രാഫ് ടൈപ്പ് ആണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന ഭൂരിഭാഗം വീഡിയോസിൻ്റെ സ്ലൈഡ്സ് എൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, naushaadchengodan.in. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. വെബ്സൈറ്റ് കയറാം, ഡൗൺലോഡ്സ് നിങ്ങൾക്ക് മെനു എടുക്കുക, നിങ്ങൾക്ക് സ്ലൈഡ്സ് എന്താണ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ കൂടെ അത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, ആ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. Now we can define or we can state the law of diminishing marginal utility in the words of Alfred Marshall. Okay, Alfred Marshall ഈ ഗോസൻസ് ഫസ്റ്റ് ലോ അഥവാ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ലോ. സി ഇറ്റ് ഈസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ദ അഡീഷണൽ ബെനിഫിറ്റ്, അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം എക്സ്ട്രാ ബെനിഫിറ്റ്, ദാറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി, isn't it? അഡീഷണൽ റിട്ടേൺസ്, അഡീഷണൽ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹിയർ ഇവിടെ എന്താണ് കൺസ്യൂമർ ആണ്, ഇത് കൺസ്യൂമർ അനാലിസിസ് ആണ്. കൺസ്യൂമറിന്റെ എയിം എന്താണ്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ് ഓർ മാക്സിമം യൂട്ടിലിറ്റി ആണ്, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. അപ്പോൾ ഇവിടെ ഡിമിനിഷിംഗ് മാർജിൻ, ഡിമിനിഷിംഗ് എന്ന് പറയുന്നത് കുറയും, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രോഡക്ട്സ് കൂടുതലായിട്ട് നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊസസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഇവഞ്ച്വലി ഡിക്ലൈൻസ്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പറയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സി ദ അഡീഷണൽ ബെനിഫിറ്റ് വിച്ച് എ പേഴ്സൺ ഡിറൈവ്സ് മീൻസ് ഗെറ്റ്സ്, ഓക്കെ, ഫ്രം എ ഗിവൺ ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് ഓഫ് എ തിങ്, isn't it? Diminishes with every increase in the stock that he already has. വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തിട്ടാണ് എന്താണ് ദ അഡീഷണൽ ബെനിഫിറ്റ്, ദാറ്റ് ഇസ് മാർജിനൽ യൂട്ടിലിറ്റി, നിങ്ങൾക്ക് ലഭിക്കുന്ന അഡീഷണൽ യൂട്ടിലിറ്റി ഓർ ബെനിഫിറ്റ് which a person derives from a given increase in the stock of a thing. ഓക്കെ, നിങ്ങൾ കൂടുതലായിട്ട് അക്വയർ ചെയ്യുന്നത്, നിങ്ങൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ പ്രോഡക്ട്സിൽ നിന്ന് അല്ലെങ്കിൽ കൺസംഷനിൽ നിന്ന് അല്ലെങ്കിൽ പർച്ചേസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് അഥവാ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷസ്. ദാറ്റ് ഈസ് ദ കീവേഡ്, ഡിമിനിഷസ്, ഫാൾസ്, ഡിക്രീസ്, ഓക്കെ, ഡ്വിൻഡിൽ, ഇങ്ങനെയൊക്കെ ടേം ഉപയോഗിക്കുക, കാരണം കുറയും with every increase in the stock that he already has. നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്റ്റോക്ക്, ഓരോ സ്റ്റോക്ക് കൂട്ടുന്നതിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞു കൊണ്ടേയിരിക്കും. അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി കൂടും, ബട്ട് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം അഥവാ സാച്ചുറേഷൻ പോയിന്റ് എത്തും, ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷസ്, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി declines first but positive, then marginal utility reaches at 0, then marginal utility becomes negative. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം, നേർക്ക് ശ്രദ്ധിക്കട്ടോ. എനിക്ക് നല്ല ദാഹമുള്ള സമയമാണ്. ഞാനൊരു ഷോപ്പിൽ കയറുന്നു. ഞാൻ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ഓർഡർ ചെയ്യാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് ആപ്പിൾ ജ്യൂസ്. ഓക്കെ, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ്. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്തു. ഇതാണ് ഫസ്റ്റ് ക്ലാസ് എനിക്ക് തരാണ്. ഓക്കെ, ഞാൻ കടയിൽ കയറി ഞാൻ ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. എനിക്ക് ഫസ്റ്റ് ക്ലാസ്, ദിസ് ഈസ് ദ ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് ആണ്. എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള യൂട്ടിലിറ്റി അഥവാ മാർജിനൽ യൂട്ടിലിറ്റി 10 യൂട്ടിൽസ് ആണ്. ഓക്കെ, യൂട്ടിൽസ് എന്നുള്ള ടേം കേൾക്കുമ്പോൾ ഇനി പേടിക്കാണ്, കാരണം യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ മാർഷൽ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്, നമ്മളെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനുള്ള ഏകകമാണ്. ഓക്കെ, മെഷർമെന്റ് ആണ് 10 യൂട്ടിൽസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ക്ലാസ് ഞാൻ കുടിക്കുകയാണ്. രണ്ടാമത്തെ ക്ലാസ് ഞാൻ കുടിച്ചപ്പോൾ ഓക്കെ, സെക്കൻഡ് ക്ലാസ് ഞാൻ കൺസ്യൂം ചെയ്യാണ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി 8 ആണ്. ഓക്കെ, സെക്കൻഡ് ക്ലാസ് 8 ആണ്. ഓക്കെ, ഞാൻ വീണ്ടും ഞാൻ എന്താണ് ഓർഡർ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഓർഡർ ചെയ്യുന്നു. എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആപ്പിൾ ജ്യൂസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഡീഷണൽ ബെനിഫിറ്റ് അഥവാ മാർജിനൽ യൂട്ടിലിറ്റി 6 ആണ്. ഓക്കെ, തേർഡ്. ഓക്കെ,
നിങ്ങൾക്ക് നിങ്ങളെ എക്സാമ്പിൾ ഉപയോഗിക്കട്ടോ, ആപ്പിൾ ജ്യൂസ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് ഉപയോഗിച്ചോളൂ. ദെൻ 4ാമത്തെ ക്ലാസ് ഞാൻ എന്താണ് ഓർഡർ ചെയ്തു, 4ാമത്തെ ക്ലാസ്. ഓക്കെ, 4ാമത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി അല്ല കേട്ടോ, മാർജിനൽ യൂട്ടിലിറ്റി ആണ്, അഡീഷണൽ യൂട്ടിലിറ്റി. 4th നിന്ന് എനിക്ക് കിട്ടിയത് എത്രയാണ്? 4 യൂട്ടിൽസ്. കാരണം അത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്, നമുക്ക് മെഷർ ചെയ്യാം. എന്നാൽ ഞാൻ വീണ്ടും ഓർഡർ ചെയ്തു 5ാമത്തെ ക്ലാസ്, കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. 5ാമത്തെ ക്ലാസ് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 2 യൂട്ടിൽസ് ആണ് 5th ക്ലാസ്സിൽ നിന്ന്. ഓക്കെ, 2 യൂട്ടിൽസ്. ദെൻ വീണ്ടും ഞാൻ ചെയ്യുന്നത് 6th യൂണിറ്റ്സ് ഞാൻ വീണ്ടും ഒരു ഗ്ലാസും കൂടി ഓർഡർ ചെയ്തു. എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ് 6th യൂണിറ്റിൽ. കാരണം മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ് മാക്സിമം. എനിക്ക് മാർജിനൽ യൂട്ടിലിറ്റി 0 അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി അവിടെ മാക്സിമം ആയിരിക്കും. ഞാൻ വീണ്ടും ഓർഡർ ചെയ്യുകയാണെങ്കിൽ, റാഷണൽ ആയിട്ടുള്ള ഒരാൾ ഓർഡർ ചെയ്യൂല, ദെൻ ഇറ്റ് വിൽ ബിക്കം മൈനസ് 7th യൂണിറ്റ്സ്. ഓക്കെ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒമിറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ കല്യാണത്തിലൊക്കെ പോവുകയാണെങ്കിലും സൽക്കാരത്തിലൊക്കെ പോവുകയാണെങ്കിലും ഭക്ഷണം ആദ്യം കാണുമ്പോൾ വിചാരിക്കും നമുക്കത് ഫുള്ള് കഴിക്കാനുള്ള വിശപ്പുണ്ടാകും. ബട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ടോപ്പായിരിക്കും. ദെൻ അത് ക്രമേണ ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യും, അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. അതാണ് എന്ത്, ദി ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മുടെ ലൈഫായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, സി ദിസ് ഈസ് ദ എക്സാമ്പിൾ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ, കാരണം law of diminishing marginal utility, that is, you will get additional benefit from the consumption of commodity that will declines. Okay, നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആ പ്രോഡക്ട്സ് അഡീഷണൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് എന്താണ്, കുറഞ്ഞു വരും. അതാണ് എന്ത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇത് വളരെ മനോഹരമായിട്ട് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. പ്ലീസ് ലിസൺ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി വി ക്യാൻ സിംപ്ലി സേ, see, the more one consumes of one commodity during any period of time, the less satisfaction one gets from consuming an additional unit of it. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്കുള്ള അഡീഷണൽ ബെനിഫിറ്റ് എന്തായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ലെസ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഓർ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റീരിയസ് പാരിപ്പസ് അസംഷൻസ് ആണ്. ഓക്കെ, വി വിൽ ഡിസ്കസ്. ദാറ്റ് ഈസ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, additional units of consumption could result in smaller and smaller additional units of satisfaction. Okay, നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്കുള്ള മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും, കുറഞ്ഞു വരും, അഥവാ സ്മാളർ ആൻഡ് സ്മാളർ. ഓക്കെ, ഇത്ര മനോഹരമായിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ആർ ദ മേജർ അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അസംഷൻസ് എന്നാൽ അതർ തിങ്സ് റിമൈൻ ദ സെയിം ഓർ സെറ്റീരിയസ് പാരിപ്പസ്. ഇവിടെ പറയുന്നത് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണ്, ഹോമോജീനിയസ് ആയിരിക്കണം. അതുപോലെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണ്, അതിൻ്റെ ഇന്റർവൽ പീരീഡ് എന്താണ്, ദർ ഈസ് നോ ഗ്യാപ്പ്. ഓക്കെ, ദർ ഈസ് നോ ഇന്റർവൽ പീരീഡ് ബിറ്റ്വീൻ ദ കൺസംഷൻ ഓഫ് സക്സസീവ് യൂണിറ്റ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, നിങ്ങൾ രാവിലെ ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചു, ദെൻ രാത്രി ചെന്നിട്ട് ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ടാവണം എന്നില്ല. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ രീതിയിലുണ്ടാവും. അതുപോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനി ഹൗ വി ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. റൈറ്റ്, the utility that a consumer gets can be measured and expressed in numbers, that is in a utils. Simple ആയിട്ട് നമുക്ക് എന്ത് പറയാം, cardinal utility approach. The second thing is that the taste and preference of the consumer remain constant or unchanged during the period of purchases. Okay, taste and preference lonu maatilla same aanu. Then third one, there is no time interval between the consumption of successive units. Okay, these are the major assumptions, or you can also add constant marginal utility of money and so on. Okay, ഇത്രയും assumptions ഉണ്ട്. Now we can discuss the law of diminishing marginal utility using simple table and also a figure.
Now we can see the simple table. See number of units. Okay, commodities നമ്മൾ കൺസ്യൂം ചെയ്ത യൂണിറ്റ്സ് ആണ്. സി 1 2 3 4 5 6 7. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ബട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? ലോജിക്കൽ ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ടോട്ടൽ യൂട്ടിലിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്, അത് കറക്റ്റ് ആയിരിക്കണം. സി മാർജിനൽ യൂട്ടിലിറ്റി, ഈ എക്സാമ്പിൾ ഇതേ എക്സാമ്പിൾ തന്നെ ഞാൻ ടേബിളിലേക്ക് ആക്കാണ്. സി നമ്മൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോഡക്റ്റ് അത് യൂണിറ്റ് 1 നമ്മൾ കൺസ്യൂം ചെയ്തപ്പം എത്ര യൂട്ടിൽസാണ് കിട്ടിയത്? മാർജിനൽ യൂട്ടിലിറ്റി എത്ര ആയിരുന്നു? 10. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് കമ്മോഡിറ്റി നമ്മൾ കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻഡ് ഫ്രം 10 to 8. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര ആയിരിക്കും? 10 plus 8, that is 18. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ എന്താ? യു ക്യാൻ ജസ്റ്റ് ആഡ് മാർജിനൽ യൂട്ടിലിറ്റി, ദെൻ യു വിൽ ഗെറ്റ് ടോട്ടൽ യൂട്ടിലിറ്റി. ദെൻ മൂന്നാമത്തെ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തപ്പോൾ 6 ആയി. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര ആവും? 18 plus 6, that is 24. റൈറ്റ്. ദെൻ ഫോർത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? ഫോർത്ത് യൂണിറ്റ് മാർജിനൽ യൂട്ടിലിറ്റി 4. ദെൻ ടോട്ടൽ യൂട്ടിലിറ്റി 28. റൈറ്റ്. ദെൻ ഫിഫ്ത്ത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് എത്രയാണ്? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 2. കാരണം മാർജിനൽ യൂട്ടിലിറ്റി കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. റൈറ്റ്. See total utility then becomes 30. 28 plus 2. കാരണം ഈ 5 യൂണിറ്റ്സ് നിങ്ങൾ കൺസ്യൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി ദാറ്റ് ഈസ് 30. ദെൻ സിക്സ്ത് യൂണിറ്റിൽ എത്രയാണ്? 0 ആണ്. ഓക്കെ, 30 plus 0 again 30. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് കോൺസ്റ്റന്റ്. ദെൻ സെവൻത്ത് ഗ്ലാസ് നിങ്ങൾ ആപ്പിൾ ജ്യൂസ് ഉണ്ട് തന്നപ്പോൾ എന്താണ്? അയ്യോ എനിക്ക് വേണ്ട, ഫുള്ളാണ്, ഇനി ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒമിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി -2. കാരണം എന്താ? മാർജിനൽ ഡിസ്യൂട്ടിലിറ്റി എന്നാണ് ഇവിടെ പറയാം. നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റിയെ നിങ്ങൾക്ക് എന്ത് പേര് വിളിക്കാം? മാർജിനൽ ഡിസ്യൂട്ടിലിറ്റി. ഓക്കെ, ഈ ടേമൊക്കെ നിങ്ങൾ എക്സാമിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ ഷീറ്റിൽ ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്യണം. മാർജിനൽ ഡിസ്യൂട്ടിലിറ്റി, ഡിസാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി കുറയാണ്. ദെൻ 30 - 2 is equal to 28. That is total utility declines. Okay, see this is about law of diminishing marginal utility that we can explain through this simple table. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്നു, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എന്താണ്? അറ്റ് എ ഡിമിനിഷിംഗ് റൈറ്റ്. ഓക്കെ, ഈ പോയിന്റ് വരെ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് റൈറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി വിൽ ഇൻക്രീസ് അറ്റ് എ ഡിമിനിഷിംഗ് റൈറ്റ് ആസ് ലോങ് ആസ് marginal utility is positive. Okay, then marginal utility 0 ആകുമ്പോൾ എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആണ് 30. then marginal utility നെഗറ്റീവ് ആകുമ്പോൾ അഥവാ മാർജിനൽ ഡിസ്യൂട്ടിലിറ്റി ആകുമ്പോൾ എന്താവും? ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. ഓക്കെ, ഈ പാറ്റേൺ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതേ പാറ്റേൺ ഇനി എന്താണ്? നമ്മളൊരു ഫിഗറിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. then our topic will be over after explaining limitations and applications. Okay. Now we can represent the law of diminishing marginal utility through a simple figure. Please listen. രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. See, here that is a quantity, units of quantity, x axis, and y axis we can see utility, that is total utility. Right. And see, this is the shape of the total utility curve. Increasing at a diminishing rate, then reaches maximum, then declines. Okay, this is the total utility. Right, total utility curve. That is total utility increasing at a diminishing rate, then reaches maximum, then declines. Okay, simple. Now lower portion we can represent marginal utility. Okay, examine ഇങ്ങനെ കറക്റ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ട് വരക്കാം കേട്ടോ. നമുക്ക് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് റിട്ടേൺസ് ടു സ്കെയിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കിതൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ബട്ട് റാഷണലായിട്ട് നിങ്ങൾ ലോജിക് ഉപയോഗിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക, ദെൻ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. എഗെയിൻ സി ക്വാണ്ടിറ്റി, ഒ എക്സ് ആക്സിസ്, ഒ വൈ ആക്സിസ് വി ക്യാൻ സി മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ യൂണിറ്റ്സ് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ 10 യൂണിറ്റ്സ് ആണ് എന്ത്
നിങ്ങൾക്കുള്ള മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ്സ് ആണ് ഞാൻ മാർജിനൽ യൂട്ടിലിറ്റി. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ നിന്ന് എടുക്കുക, ദെൻ നിങ്ങളൊരു ലൈൻ വരയ്ക്കുക. ദിസ് ഈസ് ദ ടെക്നിക്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം, ഇതാണ് മാക്സിമത്തുന്ന പോയിന്റ്. ഓക്കെ, ഞാനിവിടെ എം എന്ന് കൊടുക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പം എന്താ സംഭവിക്കുക? മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം 0. ഓക്കെ, ഞാനിവിടെ n കൊടുക്കുന്നു. ഇസ്ന്റ് ഇറ്റ്? സി, ദിസ് ഈസ് ദ പോയിന്റ്. ആറാമത്തെ യൂണിറ്റ്സ് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി will be 0 and total utility will be maximum, that is 30. Total utility constant ആണ് അവിടെ. അപ്പോൾ നിങ്ങൾ this is the diminishing marginal utility. അപ്പോൾ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് diminishing marginal utility ഫസ്റ്റ് യൂണിറ്റ്സിലാണ് 10, പിന്നെ കുറഞ്ഞ് പോകുക. ഇവിടെ നിന്നല്ല വരക്കുക, ഇവിടെ നിന്നാണ് വരിക. ഓക്കെ, കാരണം ഒന്നാമത്തെ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ 10 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്യാം, ബട്ട് എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വരക്കായിരിക്കും നന്നാവുക. നിങ്ങൾ കറക്റ്റ് സ്കെയിലൊക്കെ വെച്ച് മെഷർ ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയഗ്രാം തന്നെ വരയ്ക്കുക എളുപ്പത്തിന്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ചെയ്യുമ്പോൾ 10 ആണ്, ഇവിടെയാണ് 10 യൂണിറ്റ്സ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി, യൂട്ടിൽസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷൻ ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്താണ്? 0 ആവണം. ഇതാണ് നോക്കുക ഞങ്ങൾ എക്സാമിന് കേട്ടോ. സി, ദിസ് ഈസ് ദ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി continuously decline, then 0. Okay, then negative. See, this is the marginal utility curve. Okay, എന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യുന്നു. 10, 8, 6, 4, 2 ഇങ്ങനെ വന്ന് 6th യൂണിറ്റ് ആകുമ്പോൾ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ബിക്കംസ് 0. ദെൻ 7th യൂണിറ്റ്സ് ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ്. ഓക്കെ, 0ൻ്റെ ഇങ്ങോട്ട് എന്താണ്? -1, -2 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സി, ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സി, ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓർ യൂട്ടിലിറ്റി ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാം? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് 1. ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാം. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, സെക്കൻഡ് യൂണിറ്റ്സ് കൺസ്യൂം ചെയ്തപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് 8. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി 18 ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ 18 ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കാണാം? 18, ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി n, 18 മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് 1, ദാറ്റ് ഈസ് 18 മൈനസ് 10. 18 മൈനസ് 10 is equal to 8. അതുപോലെ 24 മൈനസ് 18 യു വിൽ ഗെറ്റ് 6. ഓക്കെ, ഇങ്ങനെയും നിങ്ങൾക്ക് എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി കാണാം. ഇനി മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടാണെങ്കിൽ എന്താ? ജസ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ റിലേഷൻഷിപ്പ് നിങ്ങൾ നോക്കുക. സി, ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, ഈ പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇൻക്രീസിങ് അറ്റ് എ diminishing rate as long as ഏതുവരെ? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിലും മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആണെങ്കിൽ, മീൻസ് 0 ആൻഡ് മുകളിലാണെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, മറക്കരുത്, ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ് ആസ് ലോങ് ആസ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് പോസിറ്റീവ്. ഓക്കെ, ദെൻ സെക്കൻഡ് റിലേഷൻഷിപ്പ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. Total utility is maximum. Okay, total utility is maximum when marginal utility is 0. Okay, ഈ പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. This is the point. 6th യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. ആ പോയിന്റിലാണ് എന്ത് ചെയ്യുക? ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് മാക്സിമം. ഹിയർ this is the point. Maximum. Okay. Then another thing is that total utility declines when marginal utility is negative. This is the portion. Marginal utility minus ആവുമ്പോൾ total utility declined from 30 to 28. ഓക്കെ, ആ റിലേഷൻഷിപ്പ് എന്താ ചെയ്യുക? നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ എമ്മിനെ വിളിക്കുന്ന പേരാണ് സാറ്റുറേഷൻ പോയിന്റ്. ഓക്കെ, ഇങ്ങനെ തന്നെ എഴുതി വെക്കുക കേട്ടോ. സാറ്റുറേഷൻ പോയിന്റ്. സാറ്റുറേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയിന്റ്, ഒരു കൺസ്യൂമറിന് മാക്സിമം യൂട്ടിലിറ്റി. ഓക്കെ, പിന്നെയും അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് വരും. ദാറ്റ് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻസ്. ഈ പോർഷനാണ് ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. ഓക്കെ, ഈ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്?
negative marginal utility is known as marginal disutility or marginal dissatisfaction. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ ചില പുസ്തകത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി കർവ് വരക്കാൻ ഇത്രയേ ഉള്ളൂ. സി -1 -2 -3 ഇങ്ങനെ വരക്കുന്നു. then here 0 OX axis OY axis see 1 2 3 4 5. അപ്പോൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് വരച്ചാൽ എന്താണ്, ദിസ് ഈസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ ഇതും നിങ്ങൾക്ക് മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ കർവായിട്ട് വരക്കാം. ബട്ട് ദിസ് ഈസ് ദ പ്രോപ്പർ വൺ. ടോട്ടൽ യൂട്ടിലിറ്റി ലോവർ പോർഷനിൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നത് കാണിക്കുന്നു. ഓക്കെ, ഈ പോയിന്റ് ഒരിക്കലും മാർക്കരുത് കേട്ടോ. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആകുമ്പോൾ 0 ആയിരിക്കും. അതുപോലെ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിങ് റേറ്റ്, അതിങ്ങനെ ഇങ്ങനെ കുത്തനെ പോകരുത്, ഇങ്ങനെ ഡിമിനിഷിങ് റേറ്റിൽ വരുന്നത് കാണിക്കുക. ഓക്കെ, നൗ വി ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ലിമിറ്റേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മുടെ ലൈഫിൽ ക്ലോസ് ആയിട്ടുള്ള സംഭവമാണ്, നമുക്കറിയാം. പ്രാക്ടിക്കലായിട്ട് ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് ഈ തിയറി ഒരുപാട് അൺറിയലിസ്റ്റിക് അസംഷൻസ് ഉണ്ട്. ഹോമോജീനിയസ് ആയിരിക്കണം പ്രോഡക്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ഓഫ് സക്സസീവ് യൂണിറ്റ്സ്. അതുപോലെ കോൺസ്റ്റന്റ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി. അതുപോലെ ഈ തിയറി ഒത്തിരി കാര്യങ്ങളിൽ അപ്ലിക്കബിൾ അല്ല. അങ്ങനത്തെ ലിമിറ്റേഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ചേഞ്ച് ഓഫ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, അസംഷൻസ് വെച്ചതാണ്. കാരണം എന്താ, കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റന്റ് അല്ല, അതെന്താണ് ചേഞ്ച് ചെയ്യും. അതുപോലെ ദ ലോ വിൽ ഫെയിൽ ഇഫ് ദർ ഈസ് എ ടൈം ഇന്റർവൽ ഓർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കൺസംഷൻ ഓഫ് സക്സസീവ് യൂണിറ്റ്സ്. നമുക്കറിയാം. അതുപോലെ ഇമോഷണൽ ഓർ ഫാൻസി ബൈയിങ്. ഓക്കെ, ഇമോഷണൽ ആയിട്ട് സെന്റിമെന്റൽ ആയിട്ട് അല്ലെങ്കിൽ ഫാൻസി ബൈയിങ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ലോ വർക്ക് ചെയ്യില്ല. അതുപോലെ മൈസേഴ്സ് കളക്ഷൻസ് ഓർ ഹോബി കളക്ഷൻസ്. പിശുക്കനാണെങ്കിൽ, പിശുക്കൻ്റെ ഒക്കെ ഇതിലാണെങ്കിൽ സ്റ്റോക്ക് കൂടാന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി നിരക്ക് കൂടുക ചെയ്യും, ആ യൂട്ടിലിറ്റി കൂടും. അതുപോലെ ഹോബി കളക്ഷൻസ്, റയർ ആയിട്ടുള്ള പെയിൻറ്റിങ് ആവട്ടെ, അതുപോലെ കോയിൻസ് ആവട്ടെ, സ്റ്റാമ്പ് കളക്ഷനൊക്കെ നമുക്കൊരു അഡീഷണൽ ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ ഈ ലോ അപ്ലിക്കബിൾ അല്ല. അതുപോലെ ദ ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു മണി. അതുപോലെ സ്റ്റോക്ക് വിത്ത് അതർ പേഴ്സൺസ്, ദാറ്റ് ഈസ് സ്റ്റോക്ക് വിത്ത് അതർ പേഴ്സൺ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മളൊരു ടെലിഫോൺ, ഇപ്പം നമ്മൾ വീട്ടിലൊരു ടെലിഫോണിൻ്റെ കണക്ഷൻ കിട്ടി, അതിൻ്റെ സ്റ്റോക്ക് മറ്റുള്ളവർക്ക് ടെലിഫോൺ കണക്ഷൻസ് കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കൂടുക ചെയ്യുക. കാരണം എന്താ, കണക്ടിവിറ്റി കൂടും, എല്ലാവരും വിളിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒത്തിരി കേസുകളുണ്ട്. ദിസ് ഈസ് ലിമിറ്റേഷൻസ് ഓർ ക്രിറ്റിസിസംസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അതുപോലെ തന്നെ വാട്ട് ആർ ദ മേജർ അപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്ലിക്കേഷൻസ് ഒന്ന്, ലോ ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. കാരണം എന്താ, ഒരു കൺസ്യൂമർ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് എങ്ങനെയാണെങ്കിൽ മാത്രം ഈ പ്രൈസ് വിൽ ഡിക്ലൈൻ. കാരണം എന്താ, അഡീഷണൽ പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റ്സിന് മാർജിൻ യൂട്ടിലിറ്റി ഇങ്ങനെ കുറയും. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, വില കുറയണം. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. സിമിലർലി ദി ലോ ഓഫ് ഇക്യു മാർജിൻ യൂട്ടിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ പ്രോഗ്രസീവ് ടാക്സ് ആക്ഷൻസ്, റിച്ച് പീപ്പിൾ കൂടുതൽ ടാക്സ് കൊടുക്കണം, പാവപ്പെട്ട ആളുകൾ ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും. ഇങ്ങനെ പ്രോഗ്രസീവ് ടാക്സ് ആക്ഷൻ്റെ കൺസെപ്റ്റ് ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ഡിമിനിഷിങ് മാർജിൻ യൂട്ടിലിറ്റി. കാരണം എന്താ, നല്ല പണക്കാർക്ക് ടാക്സ് കുറച്ച് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഡിസ്യൂട്ടിലിറ്റി, പ്രയാസം വളരെ കുറവായിരിക്കും. പാവപ്പെട്ടവൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും, ഒത്തിരി പ്രയാസമായിരിക്കും, ഡിസാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആഡം സ്മിത്തിൻ്റെ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് അല്ലേ, വാട്ടർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ള സാധനമാണ് എന്ത്, വാട്ടർ. പക്ഷെ അതിൻ്റെ വില, പ്രൈസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഡയമണ്ട് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ അത് ഡയമണ്ട് ഇല്ലെങ്കിൽ മരിച്ചു പോകുന്നില്ല, അത് അത്ര യൂസ്ഫുൾ അല്ല. ബട്ട് അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലാണ്. അതിന് വിളിക്കുന്ന പേരാണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. ഈ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് സോൾവ് ചെയ്തത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ കൂടുതലാണ്. കാരണം വാട്ടർ വളരെ പ്ലെൻറ്റിയാണ്, അതിൻ്റെ അഡീഷണൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്താണ്, വളരെ കുറവാണ്, പ്ലെൻറ്റിയാണ്. അപ്പം അതിൻ്റെ യൂസ്ഫുൾനെസ് വളരെ കൂടുതലാണ്. ബട്ട് അതിൻ്റെ എക്സ്ചേഞ്ച് എന്താണ്, വില മാർക്കറ്റിൽ കുറവായിരിക്കും. ബട്ട് ഡയമണ്ട് എന്നാൽ വളരെ സ്കേഴ്സ് ആണ്. അതിൻ്റെ അഡീഷണൽ, കാരണം ഒരു അഡീഷണൽ ഡയമണ്ട് ഉണ്ടാക്കുന്നതിന് എഫേർട്ട്, കോസ്റ്റ് വളരെ വളരെ കൂടുതലാണ്. സോ അതെന്താണ്, ഡയമണ്ട് നല്ല കൂടുതൽ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്ത്, വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, റിച്ച് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് പണം കളക്ട് ചെയ്തിട്ട് പാവപ്പെട്ടവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് വെൽഫെയർ കൂട്ടും. ദറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി.
ഇപ്പോൾ ഇത് വളരെ A to Z മനസ്സിലാക്കുക, ടേബിളും ഗ്രാഫും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക, ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക, ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് കണ്ടെത്തുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിക്സ് ഒക്കെ വളരെ വളരെ സിമ്പിളായിരിക്കും, എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സ്ലൈഡ്സ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ ഒത്തിരി പുസ്തകങ്ങൾ, ഓക്കെ, ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് സെക്കൻഡ്, അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് 5th സെമസ്റ്ററിൽ, അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് എക്സാമിന് അതൊക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണം, നല്ല രീതിയിൽ ഉഷാറായിട്ട് പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക, റിവിഷൻ നടത്തുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.